ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം മാക്സ് കെയർ ഹോസ്പിറ്റലിനു സമീപം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി CDS വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ മത്സരവും വായനയും സ്ത്രീകളും എന്ന വിഷയത്തിൽപ്പറ്റി ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാഹചര്യം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയുള്ള പ്രവർത്തനം ഈ കുടുംബശ്രീ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെ ശരിയായ രീതിയിലേക്കും ജീവിത രീതിയിലേക്കും കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സാമ്പത്തിക ഇടപാട് മാത്രമല്ല, പിന്നെയും പഴയ ഇടക്കാലത്ത് വെച്ച് തൃപ്തി സംഖ്യ ആരെങ്കിലും കൊടുത്തയച്ച് രക്ഷപ്പെടുന്ന സ്ഥിതിയാണെങ്കിൽ അതിൽ നിന്നും മാറ്റം വരുത്താൻ ഇപ്പോൾ ഒരു 90% വരുന്ന കുടുംബശ്രീകൾ അതിൻ്റെ അയൽക്കൂട്ട യോഗങ്ങൾ കൃത്യമായിട്ട് ചേരാനും നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് പൊതുസമൂഹത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നയിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പ്രയാസം പരിഹരിക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കണം എന്നൊരു തോന്നലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ CDS ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. രോഹിണി മുത്തൂർ ക്ലാസ് നയിച്ചു. വായനാ മത്സരത്തിൽ വിജയിയായ ഫ്രസീനിക്ക് മൊമൻറ്റോ മുനിസിപ്പൽ ചെയർമാൻ സുരേന്ദ്രൻ സമ്മാനിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സെക്രട്ടറി ശോഭന, SD കൺവീനർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ അനിത പരിപാടിക്ക് നേതൃത്വം നൽകി. CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ, മറ്റ് കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.